പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിടും ഭൂവിലെ മാലാഖമാർ. സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ശാലോം പ്രേക്ഷകരെയും ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുഭാഷിതങ്ങൾ 6:23 ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്, ശിക്ഷണത്തിൻ്റെ ശാസനകളാകട്ടെ ജീവൻ്റെ മാർഗവും. ഈശോയുടെ കൽപ്പനകൾ ദീപമായും ഉപദേശം പ്രകാശമായും സ്വീകരിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ജോലി മേഖലയിലും കുടുംബജീവിതത്തിലും ഈശോയ്ക്ക് സാക്ഷികളായി ജീവിക്കുന്ന UAE അബുദാബി മുസഫയിൽ നിന്നുള്ള കുറച്ച് നഴ്സുമാരെ നമുക്കിന്ന് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റെൻസി ബേബി, ഹസ്ബൻഡ് ബേബി ജോൺ.
ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഞാനിവിടെ അബുദാബിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടിൽ എറണാകുളത്ത് വാഴക്കുളം ഇടവകാംഗമാണ്. എൻ്റെ പേര് ലിയ ജോർജ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സിജോ മാത്യു. ഞങ്ങൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കരുണാപുരം ഇടവകാംഗമാണ്. ചേച്ചി ആതുര ശുശ്രൂഷ രംഗത്ത് 33 വർഷമായല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ചേച്ചിക്ക് ശുശ്രൂഷ മേഖലയിലുള്ള ബോധ്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും, അത് പങ്കുവെക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ 2010 ആണ് ആദ്യമായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആദ്യം കൂട്ടായ്മ എന്താണെന്നും ഒന്നും നമുക്കറിയില്ല. എന്നാലും തുറന്ന് പ്രാർത്ഥിച്ച് ജപമാലയിലൂടെ പ്രാർത്ഥിച്ചൊല്ലിച്ച് ഈശോ ഒരു പരിശുദ്ധാത്മാവ് നിറവ് നൽകി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അതിൻ്റെ മഹാത്മ്യത്തെ പറ്റിയുള്ള കൂടുതൽ ബോധ്യം എനിക്ക് കിട്ടി. അപ്പോൾ എന്നും ആ കൂട്ടായ്മയെ വളരാനായിട്ട് അതുവഴി എനിക്ക് സാധിച്ചു. നമ്മുടെ ആവശ്യങ്ങൾക്ക് അധികമായി മറ്റുള്ളവരെ സമർപ്പിക്കാനും വീട്ടിൽ ആരംഭിച്ചു കുടുംബ പ്രാർത്ഥന, അതുപോലെ വചന വായന, വിശുദ്ധ കുർബാന എല്ലാം ഒന്നിച്ചു പോയി പ്രാർത്ഥിക്കാനും എല്ലാ ആഴ്ചയിലും തന്നെ കൂട്ടായ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിന് പോകാനുള്ളത് കൂടുതലായിട്ട് വളരാൻ സാധിച്ചു. അതുവഴി ജോലി സ്ഥലത്തും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർസെഷൻ്റെ ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തിൽ കൂടുതൽ വളരാൻ സാധിച്ചു. അമ്മയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ സാധിച്ചു. ജപമാലയിൽ കൂടുതൽ വളരാൻ പറ്റി. അങ്ങനെ എല്ലാവർക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിൽ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ ഓർക്കുന്നു ഞാൻ എങ്ങനെയാണ് നഴ്സസ് മിനിസ്ട്രി വന്നതെന്ന്. ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ശേഷം എല്ലാ ദിവസവും അബുദാബി പള്ളിയിൽ കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം കുറച്ച് ചേച്ചിമാർ ഗേറ്റിൽ ഒരു രജിസ്ട്രേഷൻ പർപ്പസുമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ളതാണ്, ഇങ്ങനെ ഒരു പ്രോഗ്രാം റാസൽ കൈമയിൽ വെച്ച് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇത് ഒത്തിരി ദൈവാനുഗ്രഹപ്രദവും പരിശുദ്ധാത്മാനാൽ എല്ലാ നഴ്സുമാരെ നിറയ്ക്കുന്നതിനും ഒത്തിരി സഹായിക്കുമെന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാനൊരു കാര്യം ഓർത്തു. ഞാനൊരു ധ്യാനം 2015 കൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു കൗൺസിലിങ്ങിന് പങ്കെടുത്തു. ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ലിയ, നീ ഗൾഫിൽ പോകും, അവിടെ ഒരു മിനിസ്ട്രി ദൈവം കാണിക്കുന്നുണ്ട്, ആ മിനിസ്ട്രിയെ നീ നയിക്കുന്നതായിട്ട് ദൈവം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാനത് കാര്യമാക്കിയില്ല. കാരണം എനിക്ക് 4 ആളുടെ മുന്നിൽ സംസാരിക്കാൻ പോലുള്ള ഒരു കഴിവില്ലാത്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഇവിടെ ഈ ചേച്ചിമാരെ എന്നോട് ഈ മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞപ്പം പെട്ടെന്ന് ആ കാര്യം ഞങ്ങൾ ഓർത്തു. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഓരോരുത്തരോടും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓരോ കാരണം പറഞ്ഞ് അവർ ഒഴിവായി. അവർ ദൂരമല്ലേ, ഒരു ഓഫ് വേസ്റ്റ് ആവും, അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചു. ഞാനും പോകാതിരിക്കാൻ പലതരത്തിൽ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിലിരുന്ന ആരോ എന്നോട് ശക്തമായിട്ട് പറയുന്നു, ആ പ്രോഗ്രാമിന് നീ പോകണം, അതൊരു നല്ല പ്രെയറാണ് എന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒരു ബസ്സിനുള്ള നഴ്സുമാർ ആ സ്ഥലത്തെത്തി പ്രാർത്ഥന ആരംഭിച്ചു. ആദ്യഘട്ടങ്ങളിലൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ വെറുതെ നിന്നു. ഒരു പകുതി കഴിഞ്ഞപ്പോൾ ഒരു പന്തക്കുസ്ത ആരാധന നടന്നു. ആ സമയത്ത് ആ ബ്രദർ പറയുന്നുണ്ട്, എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് വരുന്ന സമയമാണ്. ഒരു വചനവും ആ ബ്രദർ പറയുന്നുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും, അത്യുന്നതന്റെ ശക്തി നിങ്ങളിൽ ആവസിക്കും. ലൂക്ക 1:35. ആ വചനം എന്നെ ശക്തമായിട്ട് സ്പർശിച്ചു. പെട്ടെന്ന് എനിക്കൊരു ശക്തി വരുന്നത് പോലെ തോന്നി. എന്നിൽ വളരെ ഒരു നിരാശ ഉണ്ടായിരുന്നു. ആ നിരാശ എന്നിൽ നിന്ന് വിട്ട് എനിക്കൊരു ആനന്ദം വന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിയിൽ ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങൾ പങ്കുവെച്ചു. അതിനുശേഷം ആ ചേച്ചിമാരോട് ഞാൻ ചോദിച്ചു, ഈ മിനിസ്ട്രി എന്താണ്, ഇതിലെന്താണ് നടക്കുന്നത്, എങ്ങനെ ഇതിൽ ചേരാം? അങ്ങനെ ഞാനും ആ മിനിസ്ട്രിയിൽ ചേർന്നു. ഞാനിപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇന്റർസെഷൻ മിനിസ്ട്രിയിൽ ഞാനിപ്പം ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. എനിക്കിപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ രണ്ടുപേരും അല്ലെ ഈശോ ചേർത്ത് വെച്ച ഈശോയ്ക്ക് നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മയോട് ഒത്തിരി സ്നേഹവും അടുപ്പവും ഉള്ള ഒരാളാണല്ലോ ചേച്ചി. ഒത്തിരി സന്തോഷം അങ്ങനെ കേട്ടതില്ല. ഞാൻ അമ്മയോട് വളരെ അടുത്താന്ന് കേൾക്കുന്നത് വളരെ സന്തോഷം. 2021 ഞങ്ങളുടെ 25ാം വിവാഹ വാർഷികമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ഒരു സമ്മാനം ചോദിച്ചു. അതിന് മുമ്പായിട്ട് ജപമാലയും പ്രതിഷ്ഠയും ചൊല്ലി ആ വർഷം മുഴുവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് സമ്മാനമായിട്ട് ഫാത്തിമ ലൂർദ് പോകാൻ സാധിച്ചു. അതിന് പോകാൻ സമയമായപ്പോഴേക്കും അത് പാരീസ് വരെ എത്തിച്ചു. ഞാനത് അമ്മയിലൂടെയുള്ള മാധ്യസ്ഥത്തിൻ്റെ വലിയ കൃപയായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവിടെ ആ പള്ളിയിലാണ് മിറക്കുലസ് മെഡലിൽ എന്ന രൂപത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഫീസ്റ്റ് നവംബർ 27 അന്നാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം. അപ്പോൾ എല്ലാം നമുക്ക് അത് മാതാവിനൊന്നുകൂടെ ചേർന്നിരിക്കാൻ കണ്ടോ, നമ്മളറിയാതെ തന്നെ അമ്മ നമ്മളെ അവിടം വരെ എത്തിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു വന്ന് തുടർന്നും ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
ഈ വർഷം ഒക്ടോബർ 1 ഞാൻ നേഴ്സായിട്ട് 33 വർഷമായി. ഞാൻ ഇന്ന് നേഴ്സായിട്ട് തുടരുന്നത് തന്നെ വലിയൊരു അത്ഭുതം തന്നെ. എൻ്റെ ജോലി നേരത്തെ ഞാൻ നാട്ടിൽ പോകേണ്ട ആളാണ്. എന്നാലും 3 വർഷത്തിന് മുമ്പ് എന്നെ ഒക്ടോബർ 1 അമ്മ ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന അബുദാബിയിലാക്കി. തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഈ വർഷം എനിക്കൊരു സമ്മാനം വേണം. അമ്മയോട് ഞാൻ ചോദിച്ചു, എനിക്ക് മജുഗോറി വരെ എന്ന സ്ഥലത്ത് പോകണം, അമ്മയുടെ അടുത്ത് പോകണം, പ്രാർത്ഥിക്കണം. അങ്ങനെ പോകാൻ സാധിച്ചു. കഴിഞ്ഞ മാസം അവിടെ ചെന്നപ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മ പ്രത്യേകിച്ച് എനിക്കൊരു ഇതായി മനസ്സിൽ അങ്ങനെ ഒരു മാതാവ് എന്നോട് പറയുന്ന മാതിരി എനിക്ക് തോന്നി. അത് ഞാൻ തുടർന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സമ്പൂർണ്ണ ജപമാല, എനിക്ക് ഒരു ജപമാലയൊക്കെ ചെറിയ ക്ഷീണമായിരുന്നു. ഇപ്പോൾ തുടർച്ചയായിട്ട് സമ്പൂർണ്ണ ജപമാല എന്നും പ്രാർത്ഥിക്കുക. അതുപോലെ മധ്യസ്ഥം പ്രാർത്ഥന, എല്ലാവരുടെ വേദനകളും നമ്മളെക്കാൾ അധികമായി മറ്റുള്ളവർക്ക് വേണ്ടി ജപമാലയിലൂടെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ജോലി സ്ഥലത്തും മറ്റുള്ളവരെ സമർപ്പിക്കാനും. കൊന്തയിട്ട രോഗികളെയൊക്കെ കാണുമ്പോൾ അമ്മയുടെ കൂട്ടുകാരല്ലേ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മ ഈശോയോട് പറഞ്ഞ് ഈശോ നമ്മളെ സുഖപ്പെടുത്തും. അപ്പം നമുക്ക് വലിയ സൗഖ്യം കിട്ടും. ഈശോയുടെ രക്തം കൊണ്ട് നിന്നെ കഴുകട്ടെ, അല്ല രോഗിയുടെ പേര് പറഞ്ഞിട്ട് കഴുകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരിൽ വലിയ സന്തോഷം കാണും. അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും നല്ല വ്യത്യാസം നമുക്ക് അവർ സുഖപ്പെട്ട് എഴുന്നേറ്റ് നടക്കാനും. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. അപ്പം അവരുടെ ആ സാറ്റിസ്ഫാക്ഷൻ, അവർ കാണുമ്പോൾ, സന്തോഷം കാണുമ്പോൾ നമുക്ക് ഈശോയെ കൂടുതൽ മഹത്വപ്പെടുത്താൻ സാധിക്കും. അതുപോലെ നമ്മൾ വളരെ തിരക്കേറി നടക്കുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ പേഷ്യൻറ്റുകൾ സിക്കായിട്ട് പോകുമ്പോൾ കൂട്ടുകാർ വന്ന് ചേച്ചി ബിസിയാണോ, എന്തെങ്കിലും ആവശ്യം വേണോ, അപ്പം ഞാൻ അമ്മയെ വിളിക്കുന്നതിൻ്റെ അമ്മയായിട്ട് അവർ കടന്നു വരുന്നതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാറുണ്ട്. അത് എനിക്ക് ജോലിയിൽ വളരെ ആശ്വാസം ലഭിക്കാറുണ്ട്. ഞാനത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കും. വിഷമം വരുമ്പോൾ അമ്മയോട് പറ. പിന്നെ ചിലരൊക്കെ എന്നെ കളിയാക്കും, റെൻസേച്ച് പറഞ്ഞാലേ അമ്മ കേൾക്കുള്ളൂ, ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് വിശ്വാസം വേണം. നമ്മൾ വിശ്വസിച്ച് അമ്മയുടെ കരം പിടിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൊന്ത കഴിയുമ്പോൾ, ജപമാല കഴിയുമ്പോൾ അമ്മ നമ്മുടെ കരം പിടിക്കും. ആ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരിലും വിശ്വാസം വളർത്താനായിട്ട് എനിക്ക് കഴിയുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരാനായിട്ട് സാധിക്കുന്നു. ചേച്ചി പറഞ്ഞപ്പോൾ ഞാനും ഒരു കാര്യം ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജനിച്ച് ഒരു മാസമായപ്പോൾ എനിക്കൊരു രോഗം വന്നു, ന്യൂമോണിയ. അതിനുശേഷം കണ്ടിന്യൂസ് 18 ഇയേഴ്സിൽ എനിക്ക് കലശലായ ശ്വാസം മുട്ടായിരുന്നു. എനിക്കൊന്ന് സ്കൂളിൽ പോകാനോ എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കില്ല. എനിക്ക് ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കിടപ്പിലാണ്. എന്നെ കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല, ഇവർ നേരാത്ത നേർച്ചയുണ്ടായിരുന്നില്ല. എല്ലായിടത്ത് പോകുമ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ബ്ലഡിലും ഒരു പ്രശ്നവുമില്ല. എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇതിനിടയിൽ എൻ്റെ പഠിത്തവും നടന്നു. +2 കഴിഞ്ഞു. ഞാൻ നേഴ്സിങ്ങിന് പോയി. നേഴ്സിങ്ങിന് പോയതിന് ശേഷവും എൻ്റെ അസുഖത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എനിക്ക് പകുതി ദിവസങ്ങളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഞങ്ങളുടെ മേഡം പറഞ്ഞു, ലിയ നിനക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ രോഗമാണെങ്കിൽ നീ എങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും? അങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നൊരവസ്ഥയിൽ എൻ്റെ കൂട്ടുകാരി എനിക്കൊരു നൊവേന പുസ്തകം തന്നു. അത് ഞാൻ ചെല്ലാൻ ആരംഭിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി 5-ാം ദിവസം നൊവേന ചെല്ലുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു സൗഖ്യം ലഭിക്കുന്ന പോലെ, എൻ്റെ നെഞ്ചിൽ നിന്നൊരു കെട്ടഴിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഇന്ന് 18 വർഷത്തോളമായി എനിക്കൊരു മരുന്ന് കഴിക്കേണ്ടയോ എനിക്കൊരു രോഗം വരികയോ ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിഞ്ഞു 10 വർഷമായി. ഞങ്ങൾ വെളിയിൽ പോകാൻ വേണ്ടി ഒത്തിരി എക്സാമുകളൊക്കെ എഴുതി, പല ഏജൻസിയിലും ഞങ്ങളുടെ CV-കളൊക്കെ അയച്ചു. ഞങ്ങൾക്ക് ഒന്നും ശരിയാവുന്നില്ല. ഞങ്ങളുടെ പാരൻസ് ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി, എന്താ നിങ്ങൾ പോകാനൊന്നും ഉദ്ദേശമില്ലേ, നിങ്ങൾക്ക് എന്താ ഒന്നും ശരിയാകാത്തത്? ആ ടൈമിൽ എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. മോശയുടെ എന്താ പോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:5 ആ ഒരു വചനത്തിൽ ഉറച്ച് ഞാൻ അവരോട് പറയുമായിരുന്നു, ദൈവം എനിക്ക് തരും, ഞാനും പോകും എന്നൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളായി. കൊറോണയുടെ സമയമായി. എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ ഞാൻ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ഹസ്ബൻഡിന് വിദേശത്ത് ഒരു ജോലി, കൊറോണയുടെ ടൈമിൽ ഒരു ജോലി ലഭിച്ചു. സിജോ ഇവിടെ എത്തി. ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം ഒരു തീരുമാനത്തിലെത്തി. എനിക്കും കൂടെ വരാനുള്ളൊരു തീരുമാനമായി. എൻ്റെ കൂട്ടത്തിൽ ഒരു 4 കൂട്ടുകാരും കൂടെ ഒന്നിച്ച് വരാൻ തീരുമാനിച്ചു. ആ സമയത്ത് കോവിഡ് ടെസ്റ്റ് നിർബന്ധമായിരുന്നു. കോവിഡ് ടെസ്റ്റ് ചെയ്തു. എനിക്ക് പോസിറ്റീവായി. എൻ്റെ കൂട്ടുകാർക്കൊക്കെ വരാൻ സാധിച്ചു. ആ സമയത്ത് കടുത്ത നിരാശയിലായി. എനിക്ക് മാത്രം പോകാൻ സാധിക്കുന്നില്ല. അതിനു മുന്നേ
2 പ്രാവശ്യം സൗദിക്ക് പോകാനുള്ള വിസ എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ വിസ ക്യാൻസലായി, എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവം എന്നെ ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്യാനായിരിക്കും ദൈവത്തിൻ്റെ തീരുമാനം, എനിക്ക് വിദേശത്ത് പോകാനുള്ള ഭാഗ്യമില്ല. അങ്ങനെ പ്രാർത്ഥനയോടെ ഇരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും കോവിഡ് ടെസ്റ്റ് ചെയ്തു. അത് നെഗറ്റീവായി. ഞാൻ ദുബായിലെത്തി. അവിടെ വന്ന് എൻ്റെ CV പല ഏജൻസികളിലേക്കും അയച്ചു. ഒരു ഏജൻസിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ലൊരു ഏജൻസിയിൽ നിന്നായിരുന്നു. എനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം എനിക്ക് വീണ്ടും സങ്കടമായി. എൻ്റെ മക്കൾ നാട്ടിലാണല്ലോ എന്നുള്ള വിഷമത്തിലായി. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ, എനിക്ക് എൻ്റെ മക്കളെയും എനിക്കിങ്ങ് കൊണ്ടുവരണം, മക്കൾ തന്നെ നാട്ടിലാണല്ലോ. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട്, അമ്മ ജെറുസലേം ദേവാലയത്തിൽ മകനെ കാണാതായപ്പം വേദനിച്ച അതേ വിഷമത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. പരിശുദ്ധ അമ്മേ, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എൻ്റെ മക്കളെ എൻ്റെ കൂടെ നിർത്തണം. പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന്, ഒരു പെർമനൻറ്റ് ജോബിനായിട്ട് പല സ്ഥലത്തും എൻ്റെ CV അയക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് ഇവിടുന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അത് 4:30 ആകുമ്പം നിനക്കൊരു സൂം ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ വിശ്വസിച്ചു അതെനിക്ക് കിട്ടിയല്ല. അങ്ങനെ ഞാൻ എൻ്റെ മുറിയിലുള്ള മാതാവിൻ്റെ മുന്നിൽ ഏകദേശം 15 മിനിറ്റോളം പൊട്ടിക്കരഞ്ഞു. അവർ എന്നോട് പറഞ്ഞത് ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ റിസൾട്ട് അറിയിക്കാമെന്നാണ്. ഏകദേശം അരമണിക്കൂറിന് ശേഷം അവരെന്നെ ഡയറക്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ സെലക്റ്റായി, അഫോർഡബിളായ ഒരു സാലറി തന്നെ അവരെനിക്ക് ഓഫർ ചെയ്തു. അതിന് ശേഷം എനിക്ക് എൻ്റെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പാസ്പോർട്ട് ഇല്ലായിരുന്നു. ആ പാസ്പോർട്ട് ശരിയായി, വിസ ശരിയായി. ഏകദേശം 1 മാസത്തിന് ശേഷം എനിക്ക് എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്ത് തന്നെ ദൈവം എനിക്കൊരു റൂമും അറേഞ്ച് ചെയ്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ലിയ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം UAE വന്നപ്പോൾ ഇതേ സാഹചര്യത്തോടെ തന്നെയാണ് കടന്നുപോയത്. 2001 ഞാൻ വന്നു. അതിനുശേഷം കുടുംബം ഒന്നിക്കാനായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞു നാട്ടിലായിരുന്നു, ഹസ്ബൻഡ് ഷാർജയിലായിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എനിക്ക് റെസിഡൻസ് വിസ കിട്ടി. ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ട് കുഞ്ഞുമായിട്ട് വന്നു. അങ്ങനെ തുടർന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചു. ആ ദൈവത്തിൻ്റെ വലിയ ഒരു കൃപ. പിന്നെ ഒരു കുഞ്ഞും കൂടെ ഞങ്ങൾക്ക് ഈശോ ദാനമായിട്ട് തന്നു. അവളെയും ഇവിടെ വളർത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ UAE വന്നിട്ട് 22 വർഷമായി. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മൾ ഈ കൂട്ടായ്മയിലോട് ചേർന്ന് നിൽക്കുമ്പോൾ ജോലി മേഖലയും നമ്മളെ ഒത്തിരി സ്വാധീനിച്ചിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട് ചേച്ചി. ഞാൻ 30 ദിവസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ICUലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഷിഫ്റ്റിൽ മിക്കവാറും ഞാനായിരിക്കും ഡെലിവറി നേഴ്സ്. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കേസിലും ഞാൻ എടുക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ പാരൻസിൻ്റെ കയ്യിൽ കൊടുക്കുമ്പം ഞാൻ യേശു ഏകരക്ഷകൻ, ഈ കുഞ്ഞ് യേശുവിനെ അറിയണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ പാരൻസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അവരിൽ വലിയ മാറ്റങ്ങൾ, ആ കുഞ്ഞിനോട് അത് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കുറച്ചു നേരം സൈലൻ്റായിട്ട് ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടി ഓർക്കുന്നു. ഞങ്ങളുടെ NICUവിൽ 23 ആഴ്ചയിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് 550 ഗ്രാം ഭാരത്തോടു കൂടിയാണ് ജനിച്ചത്. ആ കുഞ്ഞ് ആ പാരൻസിൻ്റെ 3ാമത്തെ കുഞ്ഞായിരുന്നു. 2 അബോർഷന് ശേഷം ഉണ്ടായ പ്രഷ്യസ് കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് ഉണ്ടായി 2 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ ഒരു ടെസ്റ്റ് ചെയ്തു. അതിലും മനസ്സിലായി അതിൻ്റെ തലച്ചോറിൽ സിവിയർ ബ്ലീഡിംഗ് ആണ്. ആ കുഞ്ഞ് അധികകാലം ജീവിക്കുകയില്ല. ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ അവരുടെ പാരൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്തു. അവരത് അക്സെപ്റ്റ് ചെയ്തു. എല്ലാ ദിവസവും അവർ ആ കുഞ്ഞിനെ കാണാൻ വരുമായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ആ അമ്മ പൊട്ടിക്കരഞ്ഞു പോകുന്നത് പലതവണയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അവരോട് സംസാരിച്ചു. അവർ അക്രൈസ്തവരായിരുന്നു. ഞാൻ ഈശോയെയും മാതാവിനെയും കുറിച്ച് അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവർ ഒന്നും മിണ്ടാതെ അന്ന് തിരിച്ചുപോയി. 2 ദിവസത്തെ ഓഫിന് ശേഷം ഞാൻ തിരിച്ചെത്തി. ഞാൻ ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബെഡിനരികിൽ ഒരു മാതാവിൻ്റെ പടം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റാഫിനോട് ചോദിച്ചു, ആരാ ഇത് കൊണ്ടുവന്ന് വെച്ചത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ആ അമ്മ കൊണ്ടുവന്നതാണ്. ആ മാതാവ് വന്നതിന് ശേഷം വലിയ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് കണ്ടതായി അവരെന്നോട് പറഞ്ഞു. 80% വെന്റിലേറ്ററിൽ ഓക്സിജൻ ഉണ്ടായിരുന്ന ആ കുഞ്ഞ് ഓക്സിജൻ കുറച്ച് വെന്റിലേറ്ററിൽ നിന്നിറങ്ങി ലോ ലെവൽ ഓക്സിജനിലേക്ക് ആ കുഞ്ഞ് മാറി. എല്ലാ ഡോക്ടേഴ്സും ഈ കുഞ്ഞിനെ ഒരു മിറാക്കിൾ ബേബി എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. സാധാരണ വെന്റിലേറ്ററിൽ കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നോക്കിയപ്പോൾ 1% പോലും കുറവില്ല, 100% ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു.
അതിനുശേഷം വീണ്ടും ഞാൻ ആ പേരൻസിനോട് സംസാരിച്ചു. ആ പേരൻസ്, ഞാനൊരു കാര്യം നോട്ട് ചെയ്തു. ആ പേരൻസ് മൊബൈലിൽ എന്തോ കൊണ്ടുവന്ന് കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ അവരോട് സംസാരിച്ചു, നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? അവരെന്നോട് പറഞ്ഞു, ഞാൻ എത്രയും തേള മാതാവും കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് അവരെന്നോട് പറഞ്ഞു. ഈ കുഞ്ഞ് എന്ന് ഈ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി ഓക്സിജൻ മാറ്റി എൻ്റെ കയ്യിൽ കിട്ടുന്നോ ആ ദിവസം ഞാൻ കുഞ്ഞിനെ കൃപാസനത്തിൽ കൊണ്ടുപോയി ഞാനൊരു സാക്ഷ്യം പറയും എന്നും അവരെന്നോട് പറഞ്ഞു. താങ്ക്സ് ഗോഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ലിയ പറഞ്ഞതുപോലെ ഈശോയെ അറിഞ്ഞ ഒരു നേഴ്സിന് ഓരോ രോഗിയിലേക്കും ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാൻ സാധിക്കും. അതിപ്പോൾ നമ്മൾ ലിയയുടെ കേട്ടല്ലോ. ലോകം മുഴുവനുള്ള എല്ലാ നേഴ്സുമാരിലും ഈശോയുടെ ദിവ്യ സ്നേഹം നിറയട്ടെ. അതുവഴി അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഇപ്രകാരം പറയുന്നു: ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ ക്രൂശിതനായ ഈശോയുടെ നിശബ്ദ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ദൃഷ്ടികൾ ഉറപ്പിക്കും. ആ കരുണാർദ്ര ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന സ്നേഹജ്വാലകൾ സഹനങ്ങളോട് യുദ്ധം ചെയ്യുവാനുള്ള ശക്തിയും ആത്മധൈര്യവും കൊണ്ട് എന്നെ നിറയ്ക്കും. പ്രതിസന്ധികളിൽ ഈശോയെ മുറുകെ പിടിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ സ്വർഗീയ കൃപകൾ സ്വന്തമാക്കുന്ന ഈ നഴ്സ് സഹോദരങ്ങൾ നമുക്കും മാതൃകയാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.